പരിശുദ്ധ അമ്മയുള്ളിടത്ത് യേശുവുണ്ട്. യേശുവുള്ളിടത്ത് സ്വർഗീയ വൃന്ദമുണ്ട്. സ്വർഗീയ സാന്നിധ്യമുള്ള ഈ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പാതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ പറഞ്ഞു, മറിയം അഭയനഗരമാണ്, മറിയത്തിൽ അഭയം തേടൂ. സഹോദരനെതിരായി തെറ്റ് ചെയ്യുന്നവർക്കായി മോശ 3 നഗരങ്ങൾ ഉണ്ടാക്കി. എന്നാൽ കർത്താവ് ഇന്ന് കരുണാർദ്രയായ മറിയത്തിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നു, മനഃപൂർവം തെറ്റു ചെയ്യുന്നവർക്കായി പോലും. പ്രിയമുള്ളവരെ, പഴയ നിയമ പുസ്തകത്തിൽ, സംഖ്യയുടെ പുസ്തകത്തിലും ജോഷുവയുടെ പുസ്തകത്തിലും നിയമാവർത്തനത്തിലും പരാമർശിക്കുന്ന അഭയനഗരങ്ങളുടെ പശ്ചാത്തലം നമുക്കറിയാം. പുതിയ ഇസ്രായേലായ നമുക്ക് ഓടിയണയുവാനുള്ള അഭയസങ്കേതമാണ് പരിശുദ്ധയമ്മ. വിശുദ്ധ ബെർണാഡ് പുണ്യവാൻ രചിച്ച എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന പലവട്ടം ഉരുവിട്ടിട്ടുള്ള നമുക്ക് ഇത് അനുഭവമാണ്. ജീവിതത്തിൽ നാം ഒറ്റപ്പെടുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ ഓടിയണയാം പരിശുദ്ധ അമ്മയുടെ പക്കൽ. അമ്മ തൻ്റെ ഇരുകരങ്ങളും നീട്ടി നമ്മെ സ്വീകരിച്ച് നമ്മുടെ തോളിൽ തട്ടി കവിളിൽ തലോടി പറയും, കുഞ്ഞേ, നീ ഒറ്റയ്ക്കല്ല. സ്വർഗീയ സ്നേഹത്തിൻ മുത്തുകൾ കോർത്ത്
ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വചന സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തീരാൻ കാരണം അമ്മ നമ്മുടെ എല്ലാം സ്വർഗീയ മധ്യസ്ഥയായതുകൊണ്ടാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മനുഷ്യമക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ദൈവപിതാവിൻ്റെ സന്നിധിയിലിരുന്ന് തൻ്റെ പുത്രനോടൊപ്പം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മുടെ അമ്മയായിട്ടും മധ്യസ്ഥയായിട്ടും സഹരക്ഷകയായിട്ടുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മ സ്വർഗീയ മധ്യസ്ഥയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ മധ്യസ്ഥം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക? നമുക്കറിയാം, നമ്മൾക്കെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ നമുക്കെല്ലാം നിരവധിയായ പ്രാർത്ഥന ആവശ്യങ്ങളും സഹായങ്ങളും ആവശ്യമുണ്ട്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളുമൊക്കെ സഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവരൊക്കെയാണ് നമ്മൾ. ഈ കാലഘട്ടങ്ങളിലൊക്കെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളുമൊക്കെ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഈ ക്ലേശപൂർണമായ ഈ ലോക ജീവിതത്തിൽ ജീവിച്ചു തീർക്കാൻ ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വാങ്ങിച്ചു തരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മുടെ മധ്യസ്ഥയായിട്ടും സംരക്ഷകയായിട്ടും പരിപാലികയായിട്ടും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. അമ്മ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, അപ്പസ്തലന്മാരുടെ കൂടെ നടന്ന് അവരെ പ്രാർത്ഥിക്കുകയും ശക്തരാക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയ അപ്പസ്തോലന്മാരെ പരിശുദ്ധ അമ്മയാണ് ഒരുമിച്ച് കൂട്ടി സഹിയോൻ ഊട്ടുശാലയിൽ കൊണ്ടിരുത്തി അവരെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവരെ സജ്ജമാക്കിയതും ഒരുക്കിയതും പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥന അപ്പസ്തോലന്മാർക്ക് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നേടുവാനും ഒരുമയിൽ നിൽക്കുവാനും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയിൽ വളരുവാനും ഒക്കെ സഹായകരമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ചെതറിക്കപ്പെട്ടു പോകാമായിരുന്ന അപ്പസ്തലന്മാരെ, ചെതറിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന സഭാസമൂഹത്തെ സ്നേഹത്തിൻ്റെ ഒരുമയുടെ കണ്ണിയിൽ ഒരുമിച്ച് ചേർത്ത് നിർത്തിയത് പരിശുദ്ധ അമ്മയാണ്. നമുക്കറിയാം, അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അപ്പസ്തലന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ വേദനയും ക്ലേശങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പരിശുദ്ധ അമ്മ ഇടപെട്ട മനോഹരമായ ഒരു സന്ദർഭമാണ് കാനായിലെ കല്യാണ വിരുന്ന്. കാനായിലെ കല്യാണ വിരുന്ന് നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് ഉള്ള പ്രതിപാദ്യമുള്ളത്. അവിടെ ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായിട്ട് അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്ന അതിഥികളുണ്ടായിരുന്നു. അവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: യേശുവും അപ്പസ്തലന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നവരും ഉണ്ടായിരുന്നു, അവിടെ വന്നവരുമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ക്ഷണിക്കപ്പെടാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അതിഥിയായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മ ആ ഭവനത്തിൻ്റെ ഒരു അംഗമെന്ന രീതിയിൽ ആ ഭവനത്തിൽ നേരത്തെ തന്നെ അവിടെ എത്തുകയും ആ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ശ്രദ്ധയും സൂക്ഷ്മതയും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു കല്യാണ വീട്ടിൽ നമുക്കറിയാം, അവിടെ ഒരു വീഞ്ഞു തീർന്നു പോയാൽ, അവിടെ ആവശ്യമുള്ളൊരു ഭക്ഷ്യവസ്തു തീർന്നു പോയാൽ അത് ഏറ്റവും ആദ്യം അറിയേണ്ടത് ആ ഭവനത്തിലുള്ള വ്യക്തികളാണ്. എന്നാൽ അവർ പോലും അറിയാതെ ആ ഭവനത്തിൻ്റെ ഒരു ആവശ്യത്തെ കാണുകയും മനസ്സിലാക്കുകയും ആരും അറിയാതെ അവരുടെ ആവശ്യം തൻ്റെ പുത്രൻ്റെ അടുത്ത് പോയി പറഞ്ഞ് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അമ്മയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കാണുക. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമുള്ള സാഹചര്യങ്ങളിൽ ഒക്കെ ഇതുപോലെ പരിശുദ്ധ അമ്മയും നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിക്കുകയും നമ്മളെ രക്ഷിക്കുകയും നമ്മളെ കരുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടൽ ഉണ്ടായ അനുഭവം സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, സിസ്റ്റർ ജൂനിയർ സിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ സിസ്റ്റർ ഒരു ഇപ്പം ഉള്ള മഠത്തിൽ നിന്നും ആദ്യം ഉണ്ടായിരുന്ന മഠത്തിലേക്ക് എന്നൊരാവശ്യത്തിന് വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വരുന്ന വാഹനം ബ്രേക്ക് ഡൗൺ ആയി
വണ്ടി റോഡിൻ്റെ സൈഡിൽ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് തിരിച്ച് അവർക്ക് മറ്റൊരു വണ്ടി കിട്ടി താനായിരിക്കുന്ന ഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെ പോരുന്ന വഴിക്ക് 2-3 മണിക്കൂർ വണ്ടി ലേറ്റായതുകൊണ്ട് സിസ്റ്റർ ഒത്തിരി രാത്രി ആയപ്പോഴാണ് ഒരു 8-8:30 മണിയോടുകൂടി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ആ ബസ് സ്റ്റാൻഡ് ആളുകളൊന്നുമില്ലാതെ വെളിച്ചം കുറവുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ജൂനിയർ സിസ്റ്ററായ കൊച്ചു സിസ്റ്ററായ സിസ്റ്റർ വെളിച്ചമൊന്നുമില്ലാത്ത ബസ് സ്റ്റാൻഡിൻ്റെ മൂലയിൽ പേടിച്ച് പതുങ്ങി നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന മറ്റ് അധാർമിക പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന ആളുകളും മദ്യപാനികളുമായിട്ടുള്ള ചെറുപ്പക്കാർ കണ്ടു. അവർ ഈ സിസ്റ്റർ അവിടെ പേടിച്ച് പതുങ്ങി നിൽക്കുന്നത് കണ്ട് സിസ്റ്ററിനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചട്ടം കൂട്ടി വന്നപ്പോൾ ഈ സിസ്റ്റർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മേ മാതാവേ രക്ഷിക്കണമേ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ വലിയ ആഗ്രഹത്തോടുകൂടി പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് പുറകിൽ നിന്ന് സിസ്റ്റർ നിൽക്കുന്നതിൻ്റെ പുറകിൽ നിന്ന് ഒരു അമ്മയുടെ സ്വരം, മകളെ നീ എന്താണ് ഈ അസമയത്ത് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പുറകിൽ നിന്ന് വന്ന ഒരു സ്ത്രീ ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ പിടിച്ചു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത പ്രായമുള്ള ഈ അമ്മ സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? സിസ്റ്റർ തൻ്റെ ജീവിതത്തിലുണ്ടായ യാത്ര ചെയ്ത് വരുന്ന കാര്യവും ഉണ്ടായ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ ഈ ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയാണ്. അവൻ്റെ ഓട്ടോറിക്ഷയിൽ ഈ അമ്മ ഈ സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ കയറ്റിയിരുത്തി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മകനോട് പറഞ്ഞു, ഈ സിസ്റ്റർ ഇങ്ങനെ താമസിച്ച് വണ്ടി കേടായി പോയതുകൊണ്ട് താമസിച്ചെത്തിയതാണ്, സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിൽ കൊണ്ടുപോയി എത്തിക്കണം എന്ന് പറഞ്ഞ് സിസ്റ്ററിന് പോകാനുള്ള വണ്ടി വന്നപ്പോൾ ആ വണ്ടിയിൽ ഈ സിസ്റ്ററിനോട് കൂട്ടത്തിൽ ഈ മകനെയും കയറ്റിവിട്ട് ഈ രാത്രി ഒരു 9:30 ആയപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ടൗണിലിറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് ഈ സിസ്റ്ററിനെ ഈ അമ്മയുടെ മകൻ സുരക്ഷിതമായിട്ട് ഭവനത്തിൽ കൊണ്ടുപോയി എത്തിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിസ്റ്റർ സ്ഥലത്ത് ധ്യാനിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ധ്യാനത്തിൻ്റെ ഇടയിൽ കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഈ സിസ്റ്ററോട് കൗൺസിലിംഗ് ചെയ്ത ആൾ ചോദിച്ചു, സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ, പേടിച്ചു പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അവിടുന്ന് ഒരു പ്രായമായ ഒരു സ്ത്രീ വന്ന് രക്ഷിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ 2-3 വർഷങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത്ഭുതകരമായിട്ട് ഒരു സ്ത്രീയുടെ ഒരു അമ്മ വന്ന് എന്നെ രക്ഷിച്ച് അമ്മയുടെ മകനെ കൂടുതൽ പറഞ്ഞു വിട്ട് എന്നെ കോൺവെൻറ്റിൽ എത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൗൺസിലർ പറഞ്ഞു, അത് പരിശുദ്ധ അമ്മയായിരുന്നു. അമ്മയാണ് സിസ്റ്ററിൻ്റെ ഈ വേദനയുടെയും അപകടം നിറഞ്ഞ സന്നിധിഘട്ടത്തിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും വേദനയുടെയും ക്ലേശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും കാലഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു അമ്മയാണ്. ഇവിടെ നമ്മൾ ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അമ്മ വന്ന് സഹായിച്ചപ്പോഴും കാനാലി കന്യാളി വിരുന്നിൽ പരിശുദ്ധ അമ്മ വന്ന് സഹായിച്ചപ്പോഴും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യം എന്താണ്? ഈ അമ്മ ഈ ചെയ്ത ഒരു നന്മകൾക്കും ആരോടും ഒരു പ്രതിഫലവും മേടിക്കുന്ന നമ്മൾ കാണുന്നില്ല. നന്ദിയായിട്ടൊരു വാക്ക് പോലും ചോദിക്കുന്ന നമ്മൾ കാണുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുകയും നമ്മളെന്ത് ചെയ്യുമായിരുന്നു? നമ്മളത് ആഘോഷിക്കുമായിരുന്നു. ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു, കല്യാണം പൊളിഞ്ഞു പോകുന്ന കാണാമായിരുന്നു, നിങ്ങൾ വഴിയിൽ അപകടത്തിൽപ്പെടുന്ന കാണാമായിരുന്നു. പക്ഷേ ഒരു പ്രതിഫലം പോലും മേടിക്കാതെ, ഒരു നന്ദി വാക്ക് പോലും സ്വീകരിക്കാതെ കാനാലി കല്യാണ വിരുന്നിൽ അത്രയും വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ സംഭവിച്ചിട്ട് പോലും അത് അമ്മയാണ് അതിൻ്റെ ഇടയിൽ ഇടപെട്ടത് എന്ന് ഇരുചെവി പോലും അറിയാതെ ഭംഗിയായിട്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് ആരും അറിയാതെ അവിടുന്ന് മാറുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കണ്ടെത്തുക. ഇതുപോലെ ഒരു ജീവിതം നമ്മുടെ എല്ലാ ജീവിതങ്ങളിലും ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കുകയാണ്. ചെറിയ ചെറിയ നന്മകൾ പോലും, ചെറിയ ചെയ്ത സൽപ്രവർത്തികൾ പോലും വലിയ ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഈ ജീവിത മാതൃക, വേദനിക്കുന്നവനെ, ദുഃഖിക്കുന്നവനെ, സഹായം ആവശ്യമുള്ളവനെ നിശബ്ദമായിട്ട് സഹായിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്ന സ്വർഗത്തിൻ്റെ അഭിവാദനം സ്വീകരിച്ച
പരിശുദ്ധയമ്മ സ്വർലോകത്തിൻ്റെ ആനന്ദമാണ്. നമ്മുടെ അഭയവും അമ്മയും ആശ്രയവുമാണ്. ഈ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിൽ നമ്മോടൊത്തുണ്ട്. ത്രിലോകങ്ങളുടെ റാണിയാണ് പരിശുദ്ധ കന്യകാമറിയം. യാക്കോബിന് സ്വപ്നത്തിൽ ഉണ്ടായ ദർശനം, യാക്കോബ് കണ്ട ഗോവണി പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ്. ഈശോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഗോവണി. നാം ഈശോയുടെ പക്കലേക്ക് കയറി ചെല്ലുവാനുള്ള ഗോവണി പരിശുദ്ധയമ്മയാണ്. സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങൾ കീർത്തിച്ച് മാലാഖമാരൊത്ത് നമുക്ക് പാടാം. സ്വർഗം തുറന്ന് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഈ വിശ്വാസ തീർത്ഥാടനത്തിൽ ഈശോ ഞങ്ങൾക്ക് സഹായമായി തന്ന പരിശുദ്ധയമ്മേ, ഞങ്ങളെ വഴി നടത്തണമേ.